എല്ലാവർക്കും നമസ്കാരം. അല്ലയോ പാർത്ഥ, ജ്ഞാനനിഷ്ഠയ്ക്ക് പ്രാധാന്യം നൽകിയിട്ടുള്ള സന്യാസിമാരാൽ ഏത് ലക്ഷ്യമാണോ പ്രേരിപ്പിക്കപ്പെടുന്നത് ആ ലക്ഷ്യം ചിത്തത്തിന്റെ സമനില അഭ്യസിക്കുന്ന കർമ്മയോഗികളാലും പ്രാപിക്കപ്പെടുന്നു. ഇങ്ങനെ സാഖ്യത്തെയും യോഗത്തെയും ഒന്നായി ആർ കാണുന്നുവോ അവൻ സത്യം കാണുന്നു. മുൻപേ പറഞ്ഞിട്ടുള്ളതാണ്, ആത്മാനുഭവം എന്ന സാഖ്യവും സമചിത്തത എന്ന യോഗവും ആരംഭത്തിൽ രണ്ടായി തോന്നിയാലും അനുഭവത്തിൽ അത് ഒന്നാണെന്ന് തെളിയുമെന്ന്. ആത്മനിഷ്ഠ തന്നെയാണ് സമചിത്തത, സമചിത്തത തന്നെ ആത്മനിഷ്ഠയും. ആത്മചിന്തനം കൊണ്ട് നേടുന്ന സമചിത്തത ജ്ഞാനയോഗം, ഇത്രയേ ഉള്ളൂ വ്യത്യാസം. അനുഭവത്തിൽ രണ്ടും ഒന്നെന്ന് കാണുന്നവനാണ് സത്യദർശി. അദ്വൈത ബ്രഹ്മാനുഭവമാണ് സന്യാസം. പൗരുഷശാലിയായ അല്ലയോ അർജുന, മനസ്സിന്റെ സമനില ഉറപ്പുവന്ന് വസ്തുവിചാരത്തിന് പാകത വരാത്തിടത്തോളം യഥാർത്ഥമായ സന്യാസ ജീവിതം നടപ്പിൽ വരുത്തുവാൻ വളരെ പ്രയാസമാണ്. എന്നാൽ കർമ്മയോഗാനുഷ്ഠാനം കൊണ്ട് ചിത്തത്തിന് സമനില വന്ന് സങ്കല്പങ്ങൾ ചുരുങ്ങിയാൽ കാലതാമസം കൂടാതെ തന്നെ ബ്രഹ്മപ്രാപ്തി എന്ന യഥാർത്ഥ സന്യാസത്തിൽ എത്തിച്ചേരുന്നു. സന്യാസ ജീവിതം അംഗീകരിക്കുന്നതിന് മുമ്പ് ഒരാൾ മനസ്സിന്റെ സമനില ശീലിച്ചുറപ്പിച്ചിരിക്കണം. സമനില നേടിയയാൾ ലോകസങ്കല്പങ്ങൾ ചുരുങ്ങി മുനിയായി ഭവിക്കുന്നു. മൗനമാണ് മുനിയുടെ ലക്ഷണം. അന്തരമായ സങ്കല്പരാഹിത്യമാണ് യഥാർത്ഥ മൗനവും എന്ന് ഭഗവാൻ ഇവിടെ മനസ്സിലാക്കി കൊടുക്കുന്നു. മലയാള പരിഭാഷ. ജ്ഞാനയോഗത്തിന്റെ അറിവിലൂടിന്നു നീ പ്രാപിച്ചിടുന്നതായുള്ളതു തന്നെടോ സാധിച്ചിടുന്നതീ ഭക്തിയോഗത്തിലൂടായവ രണ്ടല്ലതൊന്നെന്നറിയുക. സന്യാസയോഗിയാണെന്നങ്ങിരിക്കലും ഭക്തിയുത സേവയില്ലാത്തതുള്ള യോഗികൾക്ക് അപ്രാപ്യമാണതിന്നു ബ്രഹ്മമല്ലായികിലോ ലഭ്യമായിടുവാൻ ക്ലേശമൊട്ടില്ലടോ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.